ദൈവത്തിന്റെ ദിവസം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസം ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യകരമായ അവസരക്കായ സ്തോത്രം. ഈ നാളുകളിൽ നാം ദേവാലയങ്ങളിൽ ഭവനങ്ങളിൽ വരുന്ന ആരാധനയെ സംബന്ധിക്കുകയാണ്. നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും ജീവിതങ്ങളും ദൈവനാമത്തിൽ പ്രസാദമുള്ള യാഗമായി തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ശാന്തമായ സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദേവാലയത്തിലും ഭവനങ്ങളിലും ഇരുന്ന് ഞങ്ങൾ ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ അവിടുത്തെ സ്ഥാനത്തിൽ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങളോട് അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. ഞങ്ങളുടെ യാത്രയിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുന്ന് ഞങ്ങളോട് കൂടി ഞങ്ങളെ പരിപാലിച്ച ഓർത്തും വാഴ്ത്തുന്നു. ദേവീയ ഒരാഴ്ച ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കാഴ്ചയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ആത്മയുടെ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. രോഗത്താലോ പാനത്താലോ പ്രയാസത്താലോ ബുദ്ധിമുട്ടുകളാലോ ആരെങ്കിലും ഈ ആരാധനയെ സംബന്ധിക്കുന്നവർക്ക് അവിടുന്ന് വാസ്തവമായി അവരോട് ഇടപെട്ട് സൗഖ്യപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ ആത്മാവിൽ അങ്ങ് ആരാധക്കാനായി അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കണമേ, കൃപകളാൽ നിറയ്ക്കണമെന്ന് മശീഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്ത്യ ഗീതങ്ങളിൽ 355 ഗീതം പാടാം. ഗീതം 355. Oh
ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തത്വത്തിനെ സ്തുതി. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിപ്രവൃത്തി നമ്മെ സ്തുതിപ്പാൻ വിശ്വസ്തൻ നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ എടുപ്പിച്ചത് അവനോട്, അപ്പ ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ വിലക്കിടങ്ങളിൽ സത്താപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപം വഴിയെ സർവ്വത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തിമാനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി പറയാം. മൂന്നാമത്തെ പ്രാർത്ഥന പാപസ്വീകാര പ്രാർത്ഥനയെ നമുക്ക് ഉപയോഗിക്കാം. ദൈവമേ, നിന്റെ ദൈവത്തോട് എപ്പോഴും തന്നെ ഉണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ ലഭിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങളോട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന് ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോട് കൂടി കഴിവുകൊണ്ട് ഞങ്ങളെ അയച്ചുവിടണമേ. ദൈവജന ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുകയും സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാതയ്ക്കാപ്പെടുക. യഹോവ മഹാദേവനല്ലോ, അവൻ സകലന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രമുള്ളത് അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ പണിതിരിക്കുന്നു.
നിൽക്കവേദനയിലേക്കുള്ള സങ്കീർത്തനം വായിക്കുന്നു. ഇന്ന് താരതമ്യം നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 130. സങ്കീർത്തനം 130 നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 130. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ കർത്താവെ അവ നിലനിൽക്കൂ. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയെ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇരിക്കാം. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നു. കാലത്തേക്ക് അനുസരിച്ചിരിക്കുന്ന പഴയ പാഠഭാഗം സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ 9-ാം വാക്യം. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ. അന്നാളിൽ ദാവീദിന്റെ ജീവിതത്തിലും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മല്ലാത്മാവിനെയും ദേശത്തു നിന്ന് നീക്കിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനി പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ പോഷണം സംസാരിക്കുന്നതുകൊണ്ട് നീ ജീവനോട് ഇരിക്കയില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കുകയും തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കുകയും ഓരോരുത്തരും താന്താന്റെ ദർശനത്തെ കുറിച്ച് ലക്ഷിക്കേണ്ടതിന് അവർ രോഗമുള്ള വേലയ്ക്ക് ധരിക്കുകയുമില്ല. ഞാൻ പ്രവാചകനല്ല കൃഷിക്കാരനല്ലേ, എന്റെ ദാരിദ്ര്യത്തിൽ തന്നെ ഒരാൾ എന്നെ വേലയ്ക്ക് വീണിച്ചിരിക്കുന്നു എന്നാണ് പറയും. അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് പറയും. വാളെ എന്റെ ഇടന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന സൈനികരുടെ അരുളപ്പാട്. ആടുകൾ കുതിരിപ്പോകേണ്ടതിന് ഇടയനെ വിടുക. ഞാൻ ചെറിയവരുടെ നേരെ കൈതിരിക്കും, എന്നാൽ സർവദേശത്തിന് മുമ്പിൽ 2 വർഷം ഛേദിക്കപ്പെട്ട പ്രാണനെ വിടും. മുന്നിൽ ഒരംശം ശേഷിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 3 വർഷം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും. പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവരുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് കൊള്ളുകയും ചെയ്യും. അവരുടെ ജനമെന്ന് ഞാൻ പറയും, യഹോവയുടെ ദൈവമെന്ന് അവരും പറയും. ഇങ്ങനെ ഇവിടെ പഴയ അവസാനിക്കുന്നു. നിൽക്കവേ തന്നെ സെക്കരിയാവിന്റെ പാട്ട് വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ വായിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിൽ തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുന്നത്. നീയോ വൈദ്യുതൻ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും വീരന്മാർ
നിന്നാകുന്നിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. രണ്ടാം പാഠം വായിക്കുന്നു. ഇന്ന് കാലത്തിന്റെ വിജയിച്ചിരിക്കുന്ന രണ്ടാം പാഠം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 10 വരെ. 1 യോഹന്നാൻ 1-ാം അധ്യായം 5 മുതൽ 10 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾക്കും. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതരാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാകുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇങ്ങനെ ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം മുതൽ 45-ാം വാക്യം വരെ ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവജനം കേൾക്കുകയും വിശുദ്ധ സുവിശേഷത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം മുതൽ ഒരു കുഷ്ഠരോഗി അവരുടെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സറിഞ്ഞ് കൈനീട്ടി അവരെ തൊട്ടു, മനസ്സൊന്ന് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർത്തിയായി ശാസിച്ചു, നോക്കും ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതർ നിന്നെ തന്നെ കാണിച്ചു നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ടു വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാൻ തുടങ്ങി. അതിനാൽ യേശു പരസ്യമായ പഠനത്തിൽ നടപ്പാൻ കഴിയായതുകൊണ്ട് അപ്പുറത്ത് നിർത്തുന്ന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തും നാളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നമ്മോടൊപ്പം ആരാധനയിലായിരിക്കുന്ന സാറ് കണ്ണമൂല വൈദിക സെമിനാരിൽ നിന്ന് തന്റെ പഠനം പൂർത്തിയായതിനു ശേഷം ചിറ്റാർ സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഉപസഭയായിരിക്കുന്ന ചെങ്കര സഭയുടെ ശുശ്രൂഷയും അദ്ദേഹത്തിനുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ആരാധനയിൽ സംബന്ധിക്കുന്നു. അതിന് ശുശ്രൂഷ സാറ് നിർവഹിക്കുന്നതാണ്. സാറിന് എല്ലാവരുടെയും പേരിൽ ആത്മമായി ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അടുത്ത പാഠത്തിന് ശേഷം അതിന് ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഞാൻ കീർത്തനങ്ങളിൽ 224-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 224. Oh
അടിയന്റെ വായിലെ വാക്കുകളും ഈ വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തിലെ ചിന്തകളും ആരും നീക്കൊരുപോലെ പ്രസാദം ആയിരിക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പല പരിചിത മുഖങ്ങളുമുള്ള ഈ കുമ്പളാംബിക സെന്റ് ലൂസിയസായ ഇടവകയിൽ ഈ വിശുദ്ധ ദിവസം ആരാധനയിൽ സംബന്ധിക്കുവാനും നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാനും ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം എനിക്ക് നൽകിയ സ്നേഹവും ബഹുമാനവുമുള്ള ജേക്കബ് ജോൺസൺ അച്ഛനോടും ചർച്ച് കമ്മിറ്റിയോടുമുള്ള നന്ദി ആദ്യമേ അറിയിക്കും. ഇന്ന് മധ്യകേരള മഹായിടവകയായി ചിന്തിക്കുന്ന വിഷയം ശുദ്ധീകരിക്കുന്ന ക്രിസ്തു എന്നതാണ്. ദ ക്ലെൻസിംഗ് ക്രൈസ്റ്റ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം, യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മൈക്രോ ബാക്ടീരിയ എന്ന ബാക്ടീരിയയാണ് കുഷ്ഠരോഗത്തിന്റെ കാരണം. 1873 G.A. ഹാൻസൺ എന്ന ഡോക്ടറാണ് കുഷ്ഠരോഗത്തിന്റെ കാരണം മൈക്രോ ബാക്ടീരിയയാണെന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗത്തെ ഹാൻസന്റെ രോഗം എന്നും പറയാം. ത്വക്ക്, പേശികൾ, ബാഹ്യ അവയവങ്ങൾ, കണ്ണ് തുടങ്ങിയവ വികൃതമാകുന്ന വ്രണമായി തീരുന്ന രോഗമാണ് കുഷ്ഠരോഗം. മോശയുടെ ന്യായപ്രമാണ പ്രകാരം കുഷ്ഠരോഗികൾ അശുദ്ധരാണ്. അവരെ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തപ്പെടുന്നവരാണ്. ശുദ്ധിയുടെയും അശുദ്ധിയുടെയും നിയമങ്ങളും അത് രൂപപ്പെടുത്തിയ സാമൂഹ്യ ക്രമങ്ങളും മനുഷ്യത്വത്തെ വികലമാക്കിയ സാഹചര്യത്തിൽ ഒരു കുഷ്ഠരോഗിയെ യേശു സൗഖ്യമാക്കുന്നതും അതിലൂടെ വികലമായ സാമൂഹ്യ ക്രമത്തെ ചോദ്യം ചെയ്യുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗം. കുഷ്ഠം തൊലിപ്പുറത്ത് രൂപപ്പെടുത്തിയ വ്രണങ്ങളെക്കാൾ ആ മനുഷ്യനെ കൂടുതൽ വേദനിപ്പിച്ചത് അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവും അന്നത്തെ ആളുകളുടെ മനോഭാവവും അന്നത്തെ സോഷ്യൽ കോണ്ടെക്സ്റ്റും റിലീജിയസ് കോണ്ടെക്സ്റ്റും അന്നത്തെ ആളുകളുടെ ഉച്ച മനോഭാവവും ഈ മനുഷ്യനിൽ ഉണ്ടാക്കിയ മുറിവിന്റെ ആഴം വളരെ അഗാധമാണ്. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള ഭാഗം കേവലം യേശുവിന്റെ സൗഖ്യദായക ശുശ്രൂഷയായി മാത്രം നമ്മൾ കാണരുത്. അതിനേക്കാളെല്ലാം ഉപരിയായി അന്നത്തെ സാമൂഹ്യ ക്രമത്തെയും അന്നത്തെ വ്യക്തികളുടെ ചിന്താഗതിയെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയായിട്ട് വേണം നാം ഈ വേദഭാഗത്തെ മനസ്സിലാക്കാൻ. സമഗ്ര സൗഖ്യത്തിന് ആവശ്യമായ 3 ഘടകങ്ങൾ ഈ വേദഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. ആ 3 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ തിരുവചന ധ്യാനം അവസാനിപ്പിക്കും. ഒന്നാമതായി സ്വയ അവബോധമാണ്, സെൽഫ് അവയർനെസ്. 1-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ
അടുക്കലേക്ക് വന്നു, മുട്ടുകുത്തി സൗഖ്യത്തിനായി അപേക്ഷിച്ചു. നിലവിലിരുന്ന സാമൂഹ്യ ക്രമത്തിൽ ഒരിക്കലും സംഭവിക്കരുതാത്തതും ഒരിക്കലും അനുവാദമില്ലാത്തതുമായ ഒരു ക്രമത്തിലേക്കാണ് കുഷ്ഠരോഗി പ്രവേശിക്കുന്നത്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ന്യായപ്രമാണ പ്രകാരം നോക്കിയാൽ കുഷ്ഠരോഗിക്ക് പൊതുവഴിയിലൂടെ നടക്കുവാനോ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുവാനോ ആരാധനയിൽ പങ്കെടുക്കാനോ അനുവാദമില്ലാതിരുന്ന സമയത്താണ് ഈ കുഷ്ഠരോഗി വളരെ ധൈര്യത്തോടെ യേശുവിനെ സമീപിക്കുന്നു. തന്റെ രോഗത്തിന് മാറ്റം വരണമെന്നും തന്റെ രോഗം മാറേണ്ടതാണെന്നും അതിന് താൻ യേശുവിന്റെ അടുക്കൽ പോകണമെന്നും അദ്ദേഹത്തിന് സ്വയ അവബോധവും തിരിച്ചറിവും ഉണ്ടായി. യേശുവിന്റെ അടുക്കൽ ചെന്നാൽ തനിക്ക് സൗഖ്യം ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഈ കുഷ്ഠരോഗിയെ യേശുവിന്റെ അടുക്കൽ പോകാൻ പ്രേരിപ്പിച്ചു. യേശുവിന്റെ ശക്തിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായി. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ് യേശു. പല വൈദ്യന്മാർ ഏറെ നാൾ ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഒരു സ്ത്രീയെ പറ്റി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ധാരാളം ചികിത്സകൾ നടത്തി പണം ചെലവായതല്ലാതെ, പണം പാഴാക്കി കളഞ്ഞതല്ലാതെ അവളുടെ രോഗത്തിന് ഒരു ശമനവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ വീടിന്റെ വഴിയെ യേശു കടന്നു പോകുന്നതും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ തൊടുന്നതും ജനക്കൂട്ടത്തിന്റെ നടുവിൽ അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ടത് യേശു കൃത്യമായി തിരിച്ചറിയുന്നതും യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതും അവൾ പരിപൂർണ സൗഖ്യമുള്ളവളായി മാറും. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനാണ് യേശു. യേശുവിന്റെ ശക്തിയിലുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കും യേശു നൽകുന്ന സമ്പൂർണ്ണ സൗഖ്യം പ്രാപിക്കാൻ. രണ്ടാമതായി, സമ്പൂർണ്ണ സൗഖ്യത്തിന്റെ ആവശ്യം അപരരോടുള്ള മനസ്സലിവാണ്. കമ്പാഷൻ ഫോർ ദ അതർ. അപരരോടുള്ള, മറ്റുള്ളവരോടുള്ള മനസ്സലിവ്. 41-ാം വാക്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. രോഗബാധിതനായ എനിക്ക് സൗഖ്യം പ്രാപിപ്പാൻ നിന്റെ മനസ്സ് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യേശു മനസ്സലിഞ്ഞ് അവനെ തൊട്ടു ശുദ്ധമാകാം എന്ന് പറഞ്ഞു. യേശുവിന്റെ ശക്തിയിൽ പൂർണ്ണമായി അദ്ദേഹം വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ യേശുവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി സ്വയം വിധേയപ്പെടുത്തി. ശുദ്ധീകരണ പ്രക്രിയയിൽ എല്ലാ കാലവും മനസ്സലിവുള്ള ജീവിതങ്ങൾ ആവശ്യമാണ്. യേശുവിന്റെ മനസ്സാണ് ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യമായി ഭവിച്ചത്. സമസൃഷ്ടങ്ങളുടെ വേദനയിൽ അലിവുള്ള മനസ്സും നീട്ടപ്പെട്ട കരങ്ങളും ഉണ്ടെങ്കിൽ സൗഖ്യദായക ശുശ്രൂഷ ഇന്നും ഏറ്റവും ഭംഗിയായി നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബെഥസ്ത കുളക്കരയിൽ കിടന്ന രോഗി പറയുന്ന വാക്കുകൾ എനിക്കാരുമില്ല. വെള്ളം കലങ്ങുമ്പോൾ എനിക്ക് മുമ്പേ പലരും വെള്ളത്തിലേക്ക് ചാടുന്നു. ചാടുന്നവരൊക്കെ സൗഖ്യം പ്രാപിച്ചു കയറുന്നു. പക്ഷെ എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ വാക്കുകൾ ഇന്നും അലയടിക്കുന്ന വാക്കുകൾ. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എനിക്കാരുമില്ല.
എന്റെ ചികിത്സയ്ക്ക് പണം മുടക്കാൻ ആരുമില്ല. എന്നെ വേണ്ട വിധം ശുശ്രൂഷിക്കാൻ ആരുമില്ല. നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന മനസ്സലിവിന്റെ വാക്കുകൾ പറയാൻ വിശ്വാസ സമൂഹമെന്ന നമുക്ക് സാധിക്കുന്നെങ്കിൽ യേശു ക്രിസ്തു നിർവഹിച്ച സൗഖ്യദായക ശുശ്രൂഷ ഇന്നും ഈ ലോകത്തിൽ അനവരതം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു കൂട്ടം ഡോക്ടർമാരെ അഭിസംബോധന ചെയ്ത് മദർ തെരേസ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ യേശുവിന്റെ സൗഖ്യമാക്കൽ ശുശ്രൂഷയാണ് തുടരുന്നത്. രോഗിയുടെ ശരീരത്തെ സ്പർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അയാളുടെ ആത്മാവിനെ സ്പർശിക്കണം. ആത്മാവിനെ സ്പർശിക്കുന്നത് സ്നേഹത്തോടെയാകണം. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. നിർമ്മല ഹൃദയത്തോടെ സ്നേഹിച്ചുകൊണ്ട് രോഗിയെ സ്പർശിക്കുമ്പോൾ രോഗശാന്തിയുടെ കൃപാവരം ദൈവം നിങ്ങളിലൂടെ സമഗ്രമായ സൗഖ്യത്തിന് മനസ്സലിവ് അനിവാര്യം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എന്നെ തിരുവചനത്യാഗം അവസാനിപ്പിക്കും. മൂന്നാമതായി ഘടനകളുടെ രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. 1-ാം അധ്യായം 44-ാം വാക്യം നോക്കൂ. ആരോടും ഒന്നും പറയരുത്, എന്നാൽ ചെന്ന് പുരോഹിതൻ നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കാമെന്ന് പറഞ്ഞ് അവരെ വിട്ടയച്ചു. ഈ കുഷ്ഠരോഗിയുടെ നിലവിളി അനീതി നിറഞ്ഞ ക്രമത്തോടുള്ള ക്രിയാത്മകമായ പ്രതികരണമാണ്. സമഗ്രമായ സൗഖ്യത്തിന് ഘടനകളുടെ രൂപാന്തരം അത്യാവശ്യം. ഒരു പൗരന്റെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ട നിയമ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ അവൻ അപമാനിതരായി തീരുമ്പോൾ അവിടെ നൽകുന്ന നിയമ പരിരക്ഷ പരിശോധിക്കപ്പെടേണ്ടത്. നിയമങ്ങൾ കൊണ്ട് തന്നെ അവൻ വേദനിക്കുമ്പോൾ ആ നിയമങ്ങൾ ഒളിച്ചെഴുതേണ്ടതാണ്. അപ്പോൾ മാത്രമേ യഥാർത്ഥ അവസ്ഥാ വ്യതിയാനം സംഭവിക്കൂ. ഒരു കുഷ്ഠരോഗി സൗഖ്യമായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പുരോഹിതൻ. അത് യഹൂദ നിയമമാണ്. ലേവ്യപുസ്തകം 14-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു ഈ കുഷ്ഠരോഗിയെ പുരോഹിതന്റെ അടുക്കൽ അയക്കുമ്പോൾ അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. ഏത് സംവിധാനമാണോ അവനെ മാറ്റി നിർത്തിയത്, ഏത് ഭരണകൂടമാണോ അവന് ഭ്രഷ്ട് കൽപ്പിച്ചത്, അതേ അധികാര ഘടനയുടെ മുന്നിലേക്കാണ് വളരെ അധികാരത്തോടെ യേശു അവനെ മടക്കി അയക്കുന്നത്. അതാണ് യേശു പറയുന്നത്, നീ ചെന്ന് പുരോഹിതനെ കാണിച്ച് നിന്റെ കുഷ്ഠം പൂർണ്ണമായിട്ടും മാറിയെന്ന് ഉറപ്പുവരുത്തും, സർട്ടിഫൈ ചെയ്യും. അത് ഘടനയോടുള്ള എതിരിടലും അതിനുള്ള വിജയവുമാണ്. ഗാന്ധിജി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഒരു ജന്മം ഇനി വേണ്ട. എനിക്കൊരു ജന്മം കൂടി ഉണ്ടായാൽ ഞാൻ അയിത്ത ജാതിക്കാരനായി ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ സഹനത്തിലും വേദനയിലും അപമാനത്തിലും പങ്കുചേരാൻ ഒരുപക്ഷെ അവരെയും എന്നെയും ആ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. സമഗ്രമായ സൗഖ്യദായക ശുശ്രൂഷയിൽ 3 ഘടകങ്ങൾ ആവശ്യമാണെന്ന് ഈ വേദഭാഗം നമ്മെ ഈ പ്രഭാതത്തിൽ പഠിപ്പിച്ചു. 1, സ്വയ അവബോധം, സെൽഫ് അവയർനെസ്. യേശുവിന്റെ അടുത്ത് ചെന്നാൽ സൗഖ്യം ലഭിക്കും, പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകും എന്ന തിരിച്ചറിവ്. 2, അവരോടുള്ള മനസ്സലിവ്, മറ്റുള്ളവരോടുള്ള മനസ്സലിവ്.
മനസ്സലിവ്, കമ്പാഷൻ ഫോർ അതർ. യേശു മനസ്സലിഞ്ഞ് അവരെത്തും. ഇന്നും മനസ്സലിവിന്റെ കരങ്ങൾ വിശ്വാസ സമൂഹത്തിലൂടെ നീക്കപ്പെടും. 3 ഘടനകളുടെ രൂപാന്തരം, ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്. ചുറ്റും കാതോർക്കുക പ്രിയമുള്ളവരെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന നിലവിളിയുടെ സ്വരം വ്യക്തമായി നമുക്ക് കേൾക്കാം. അതിനധിക ദൂരമൊന്നും പോകേണ്ട, സംസ്ഥാനങ്ങൾ വിട്ടു പോകേണ്ട, രാജ്യം വിട്ടു പോകേണ്ട. താമസിക്കുന്ന ഈ ചുറ്റുപാടിലേക്കൊന്ന് ശ്രദ്ധയോടെ കാതോർത്താൽ മതി. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധരായിത്തീരുമെന്നുള്ള നിലവിളിയുടെ കരച്ചിലിന്റെ സ്വരം വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. മനസ്സലിഞ്ഞ് നമ്മുടെ കൈ നീട്ടുമ്പോഴാണ് എന്റെ കൈകളിലേക്ക് പിടിച്ചുകൊണ്ട എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ നിലവിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മീനിങ്ഫുൾ ആയിട്ട് അർത്ഥപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ സന്നദ്ധയുടെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കിലേക്ക് വരാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ബാധിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ പീഡിപ്പിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ദൈവത്തിൽ എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തനായ ഈ വിശുദ്ധാരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളട്ടെ. പിന്നെ ഈ വിശുദ്ധാരാധനയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ച റെൻസാറിനോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ആദ്യം പിറന്നാൾ സ്തോത്രവും വിവാഹവാർഷിക സ്തോത്രവും നമ്മുടെ പേരുകൾ വായിക്കും. കോശി അലക്സാണ്ടർ പുതുച്ചിറ പുതുപ്പറമ്പിൽ, ഡോക്ടർ റിബൂട്ട് സക്കറിയ കോശി പുതുച്ചിറ, ലിജോ അന്നാൻ തോമസ് മുളവേലി, ജോയ്സ് മേരി എബ്രഹാം പുതുച്ചിറ, അഡോണ ഇസ നിതിൻ പഞ്ചിക്കപ്പാറ, സാറാമ്മ മാത്യു ചരുവിൽ, ആലിസ് മാത്യു കേടോലിക്കൽ, റിജോ രാജു ചന്ദമന, സ്നേഹ മാത്യു മുളവേലി, റജി സാമുവൽ വാലി, ശ്വേത മാത്യു പഞ്ചിക്കപ്പാറ, സോന മാത്യു പഞ്ചിക്കപ്പാറ, ഏബൽ ജോർജ് ഐപ്പറമ്പിൽ, എവിൻ എൽസ എവി പുതുച്ചിറ, ലീലാന തോമസ് പഞ്ചിക്കപ്പാറ, ജസ്റ്റിൻ ജേക്കബ് തോമത്താർക്കുഴി, ബെന്നി കെ ഡാനിയൽ കോട്ടമല, ഏതൻ സജു തെക്കേവീട്ടിൽ. വിവാഹ വാർഷികം അനീഷ് മാത്യു ലൂസി പടിക്കമണ്ണിൽ, ഇ ടി എബ്രഹാം അന്നമ്മ പാറമുട്ടത്തിൽ, ഇ ടി ഷൈനി പഞ്ചിക്കപ്പാറ, രവി മാത്യു റീജാമോൾക്കാടത്തിൽ, നെബു മാത്യു ചാക്കോ റാണി മുളവേലി, ജിതിൻ എസ് ദിനം പറഞ്ഞു ചരിവിൽ ഇതുമില്ല. ആദ്യം പിറന്നാൾ സ്തോത്രം, അതിനുശേഷം വിവാഹ വാർഷിക സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ നാടുകളോട് നാളുകൾ പിരിയുന്നത് അവിടുത്തെ കൃപകളുണ്ടെന്ന് മാത്രം മനസ്സിലാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടങ്ങെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലും ആയുസ്സിലും നൽകുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവമേ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമോവേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ് ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ആഴ്ച ജന്മദിനം കൊണ്ടാടി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിൽ വിദേശത്തുമായിരിക്കുന്നവരെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിന്റെ കൃപ ധാരാളമായി അനുഭവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികാഘോഷത്തോട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു വർഷക്കാലം നൽകിയ നന്മകളെ ഓർത്ത് സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്നല്ല എന്ന് കണ്ടവർ തക്കമുടയെ പ്രദാനം ചെയ്ത് കുടുംബമായി ലോകത്തിൽ ജീവിക്കാനുള്ള ദൈവിക അവകാശം നൽകുമ്പോൾ ദൈവിക സംരക്ഷയിൽ കാവലിലും ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതങ്ങളെ കെട്ടിപ്പണിയുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരായിരിക്കുന്ന ഇടങ്ങളെ അവരെ പരിപാലിക്കണമേ. എല്ലാവരുടെ മക്കളെ അവിടെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടിയിരുന്ന് വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് ബസികാമയുടെ പ്രാർത്ഥന കേൾക്കണമേ. വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, പ്രത്യേകാപേക്ഷ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ വിശുദ്ധിയുടെ ഉറവയെ തുറന്ന കാരുണ്യവാനായ ദൈവമേ, നിന്റെ അനന്ത സ്നേഹത്താൽ നിന്റെ പുത്രന്റെ പരമയാഗത്തിൽ കൂടി ഞങ്ങളെ വീണ്ടെടുത്തു കഴുകി വിശുദ്ധരാക്കണമേ. അന്ധകാരവാദിയെ സഞ്ചരിക്കാതെ പ്രകാശമാർഗത്തിൽ വസിച്ച് നിന്നോടും അന്യോന്യം കൂട്ടായ്മ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. സമാധാനത്തിനോട് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ അർത്ഥവും ഐക്യബന്ധത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിനാണ് നിത്യജീവനിരിക്കുന്നതിനെ സേവിക്കുന്നതും പൂർണ്ണ സ്വാതന്ത്ര്യവുമാകുന്നു. നിന്റെ സംരക്ഷണത്തിന് ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരുയോടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളാക്കളൊക്കെ താഴ്മയുടെ ദാസനായ ഞങ്ങളെ ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ അനുഭവം ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തിയോട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസങ്ങളിൽ യാതൊരു പാപത്തിൽ വീഴാതെ യാതൊരു ആപത്തിലപ്പെടാതെ നിന്റെ മുമ്പാകെയായിട്ടുള്ള ഇപ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകലത്തിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. വീണ്ടും ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഭവനങ്ങളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും നാം ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വാസ്തവമായി അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ അവിടുത്തെ ഞങ്ങളെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസ സമൂഹമായി ഈ ദേശത്ത് നിലനിൽക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്നവരിൽ ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി നിലനിൽക്കുവാൻ ദൈവമേ അവിടുത്തെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗഭീതി നേരിടുന്ന ഈ നാളുകളിൽ എത്രത്തോളം ദൈവം നമ്മെ പരിപാലിച്ചു, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപയും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിച്ചു, നമ്മെ ബലപ്പെടുത്തി, നമ്മെ നിലനിർത്തിയ ആ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സമ്പൂർണമായ സംരക്ഷണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവമേ അവിടെ ഞങ്ങളെ ഇടയാക്കണമെന്ന് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം കേട്ട വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉള്ളതിനായി നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ സൗഖ്യത്തിനായി കടന്നു വരുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ പ്രവർത്തിക്കുവാനും സാമൂഹ്യ ചുറ്റുപാടുകളിൽ ദൈവത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഭംഗിയായി പ്രവർത്തിക്കപ്പെടുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ സകല അവസ്ഥകൾ
മാറ്റുവാൻ മതിയായ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുകയും നമ്മെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതല്ലോ. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ കൂടുതലായിട്ടില്ലല്ലോ. ആ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. പലവിധമായ ആവശ്യങ്ങൾ, പലവിധമായ ഭാരങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പലരുണ്ടല്ലോ. അവർക്കെല്ലാം വേണ്ടുന്ന കൃപ ദൈവം പ്രദാനം ചെയ്ത് ദൈവികമായ അനുഗ്രഹങ്ങളും നന്മകളും ചൊരിഞ്ഞ് അവരെ പരിപാലിക്കണമേ, വഴിനടത്തണമേ, ശക്തീകരിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ദിവസത്തിൽ നോക്കാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ അവസ്ഥകൾ ദൈവം അറിയുകയും ദൈവം നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നതോടൊപ്പം സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദിവസത്തിൽ നോക്കാം. നമ്മിൽ നിന്ന് വിദൂരതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കും പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്നിടങ്ങളിൽ ദൈവം അവരെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, വഴിനടത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയുടെ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിനായും അൽമായ സംഘടനയ്ക്കായും സ്ത്രീജന സംഘത്തിനായും സൺഡേ സ്കൂളിനായും യുവജന സംഘത്തിനായും പ്രാർത്ഥിക്കാം. സംഘടനാപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവത്തിന് പുറത്തുകൊണ്ടിരുന്ന് പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്യണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യക്ഷനെ ഓർക്കാം, പട്ടണ സമൂഹത്തെ ഓർക്കാം, സുവിശേഷ വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 15-ാം തീയതി പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ നടത്തപ്പെടുകയാണല്ലോ. അത് ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദിവസത്തിൽ ഓർക്കാം. അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ സകല കുറവുകളെയും കുറ്റങ്ങളെ നമുക്ക് ദിവസത്തിലേക്ക് പറയാം. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ദിവസത്തിൽ നമുക്ക് ഏകാഗ്രമാക്കാം. നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാനാണല്ലോ. ആ ദിവസത്തിൽ നമ്മുടെ അഭ്യാജനങ്ങളെ കഴിപ്പാൻ ദൈവം അവിടുന്ന് ഞങ്ങളുടെ ആഗ്രഹമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ഓർക്കാം, നമ്മുടെ രാജ്യത്തെ ഓർക്കാം, സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗഭീതിയിലായിരിക്കുമ്പോൾ ജനങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ജോലിയുടേതായ ഭാരപ്പെടുന്നവർ, പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടതുമായ എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദിവസത്തിൽ ഓർക്കാം. നമുക്ക് നമ്മുടെ ദിവസത്തിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവസന്നിധിയിൽ ലഭിച്ച സകല നന്മകൾക്കും കരുണകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ദൈവകാരികളോടും സകലരോടും നിരക്കുള്ള സർവ്വക്കാരും ആണ്ടുതന്നെക്കാരും ഞങ്ങൾ നിനക്ക് മഹാവിനോദ സ്തോത്രം ചെയ്യും. ഞങ്ങളെ സൃഷ്ടിച്ച പരിപാലിക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരും സൃഷ്ടിച്ച മൂലം ലോകത്തെ സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടി മഹത്വത്തിലെ വ്യത്യാസത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങളുടെ ഹൃദയപരമായ ഗുണാനന്ദങ്ങളെ നിന്നെ സേവിക്കുന്നതിനൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ ഞങ്ങൾക്ക് കൂടുതൽ തക്കതായ ബോധനം കഴിയണമെന്ന് അവിടെ നിനക്ക് മനസ്സിലാകാവുന്ന സർവ്വമാനവും കാലാവസ്ഥാനമായിരിക്കട്ടെ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കാനും
അവർക്ക് കൃപയും ശക്തി ലഭിക്കാനും ഞങ്ങളുടെ കർത്താവായ മൂലം കൃപ അറിയണമേ. ഞാൻ കീർത്തനങ്ങൾ 223 കീർത്തനം കാണാം. കീർത്തന 223 നമ്മുടെ സ്തോത്ര പരിപാടികളെ സമർപ്പിക്കാം.
സർവശക്തനായ ദൈവമേ, സ്വന്തബുദ്ധനായിരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന സ്വന്തസ്ഥ പിതാവേ, ഞങ്ങൾ നിരൂപമായ സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ട് ദേഹിയുടെ ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായി സാന്ദ്രമായി സേവിക്കുകയും നിന്റെ സേവയെ ഞങ്ങൾ കൊണ്ട് സന്തോഷമാണെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ കേൾപ്പിച്ചെല്ലുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ കരുണയിലും കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഈ വിശുദ്ധ ആരാധനയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചോളട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനം